ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞങ്ങളെല്ലാവരും പോകുന്നത് പുളിമൂട്ടിലേക്കാണ്. ബേപ്പൂർ പുളിമൂട്ടിലേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പം ഇവരെല്ലാവരും അനിയത്തികളും കുട്ടികളാണ്. അപ്പോൾ വെക്കേഷൻ ആയപ്പോൾ എല്ലാവരും കൂടി നിൽക്കാൻ വന്ന കേട്ടോ വീട്ടിലേക്ക്. അങ്ങനെ ഞങ്ങൾ അനിയത്തിക്ക് കാറുണ്ട്, അപ്പോൾ അവൾ കാറിലിട്ട് കൊണ്ടുപോവാം. അപ്പോൾ ഉച്ചയ്ക്ക് വീട്ടിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ടാണ് എല്ലാവരും ഇറങ്ങുന്നത് കേട്ടോ. പിന്നെ നല്ല സാമ്പാറും മുളകിട്ട കറിയും പിന്നെ ഉപ്പേരിയും ചോറും ചിക്കൻ പൊരിച്ചതോ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അവർ വരുമ്പോഴത്തേക്കും ഞാൻ ഒക്കെ ഉണ്ടാക്കി വെച്ചിരുന്നു. അങ്ങനെ ഫുഡ് കഴിച്ചും കൊണ്ടാണ് ഞങ്ങൾ പോകാൻ നിന്നത്. അപ്പം അനിയത്തി ഓൾറെഡി കാറുമായിട്ടാണ് വരുന്നത്. അവൾ പരപ്പനങ്ങാടിയിൽ നിന്നാട്ടോ വരുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വന്ന് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളെല്ലാവരും ഇറങ്ങി. അവൾ വണ്ടിയായിട്ട് വന്നു കഴിഞ്ഞാൽ എവിടെയെങ്കിലും പോകണം. അങ്ങനെ എല്ലാവർക്കും ടൂ വീലർ ഉണ്ട് കേട്ടോ. പക്ഷെ ഞങ്ങൾ എല്ലാവരും കൂടി ടൂ വീലറിൽ പോകുമ്പോൾ ഒരു രസമില്ലല്ലോ. അപ്പോൾ ഇവൾ പരപ്പനങ്ങാടിയിൽ നിന്ന് വരുമ്പോൾ തന്നെ കാർ എടുത്തിട്ടാണ് വരിക. അങ്ങനെ ആ കാറിൽ എല്ലാത്തിനെയും എടുത്ത് കുത്തി കയറ്റിയിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ ഏകദേശം ഞങ്ങൾ ബേപ്പൂർ പുളിമൂട്ടിൽ എത്താനായിട്ടുണ്ട്. ശരിക്കും ഞങ്ങൾ എപ്പോഴും വരുമ്പോൾ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ വൈകുന്നേരം ആവട്ടോ വരുമ്പോൾ. ഇതിൻ്റെ അപ്പുറത്ത് തന്നെ വേറൊരു സ്ഥലമുണ്ട്. പക്ഷെ ഞങ്ങൾ എപ്പോഴും വിചാരിക്കും അവിടെ പോകണമെന്ന്. പക്ഷെ ഇതേവരെ പോയിട്ടില്ല. ഇപ്പോൾ അവിടെയും അതേപോലെ ഇവിടെ ചെയ്ത മാതിരി തന്നെ അവിടെയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ 7 മണി വരെയുള്ളൂ ഇവിടുന്ന് അങ്ങോട്ടുള്ള ജങ്കാർ. 7 മണിയാകുമ്പോഴത്തേക്ക് തിരിച്ച് ഞങ്ങൾ എന്ത് ചെയ്യണം, അവിടേക്ക് പോയിട്ട് തിരിച്ച് റിട്ടേൺ ഇവിടെ എത്തണം. കാരണം ജങ്കാർ നിർത്തിക്കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചിങ്ങോട്ട് വരണമെങ്കിൽ ബസ് കയറിയിട്ടോ അല്ലെങ്കിൽ ഒരുപാട് ദൂരം സഞ്ചരിച്ചിട്ട് വേണം തിരിച്ചിവിടെ എത്താൻ. അപ്പം ജങ്കാർ ആകെ കുറച്ച് നേരത്തേക്ക് നമുക്ക് ആ പുഴ കിടക്കുമ്പോഴത്തേക്കും നമ്മൾ അവിടെ എത്തും. പക്ഷേ തിരിച്ച് ഞാൻ പറയില്ലേ, ജങ്കാർ മിസ്സായി കഴിഞ്ഞാൽ അങ്ങനെയാണ്. അങ്ങനെ ഞങ്ങൾ ഈ പുളിമൂട്ടിലെ കാർ വെക്കുന്ന ഒരു സ്ഥലം കണ്ട് അങ്ങനെ എല്ലാവരും കൂടി ഈ ഒരു ഗ്രൗണ്ടിൽ ഇറക്കി തന്ന്. അപ്പോൾ അവൾ വണ്ടി സൈഡാക്കുന്ന കേട്ടോ. ഏയ് മിസ്റ്റർ, കൈ പിടിക്കൂ. നോക്കിയെടുക്കേ, ഞാൻ ആദ്യം വീഴും. നല്ല ഭംഗിയുണ്ടേ അപ്പുറം കാണാൻ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി പുളിമൂട്ടിലെത്തിട്ടോ. അപ്പം വലിയ സിസ്റ്ററും മോളും ടൂ വീലറിൽ വന്ന്, എൻ്റെ ടൂ വീലറിനായിരുന്നു വന്നത്. ഞങ്ങൾ ബാക്കിയുള്ളവർ കാറിലും വന്ന്. അങ്ങനെ എല്ലാവരും കൂടി എപ്പോഴും ഒന്നിച്ചിട്ട് വീണ്ടും നടക്കാൻ തുടങ്ങിയിട്ടോ. അപ്പോൾ ഞങ്ങളെ കൂടെ കുട്ടികളുള്ളതിനും കൊണ്ട് ഞങ്ങൾ സ്നാക്സൊക്കെ കയ്യിൽ കരുതിയിരുന്നു. കാരണം കുട്ടിക്ക് കാണുന്നതൊക്കെ വാങ്ങേണ്ടി വരും. പിന്നെയെന്ന് വെച്ചാൽ കുട്ടികൾക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ അവരിങ്ങനെ നടക്കുക ചെയ്യുക. പിന്നെ അവിടെ കുറച്ച് ജീപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പേയ്മെൻറ്റ് ചെയ്തിട്ട് ഉള്ളതാണ്. അപ്പോൾ അതൊന്നും കാണിക്കാതെ മെല്ലെ സൈഡിലേക്ക് ആക്കിയിട്ടോ മോളെ. കാരണം പിന്നെ അതിൻ്റെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് വരില്ല. മക്കൾ ഫുട്ബോളൊക്കെ ഇങ്ങനെ തട്ടി കളിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഇവൾ ഫുട്ബോൾ കണ്ടപ്പോൾ പിന്നെ ഫുട്ബോളിലേക്കായി. അങ്ങനെ ഇവളും തട്ടാൻ തുടങ്ങി. തട്ടി ലാസ്റ്റ് അതെടുത്തിട്ട് തിരിച്ച് കൊണ്ടുപോകാൻ തുടങ്ങി. അവൾക്ക് ഭയങ്കര ഇഷ്ടമായി. ഫുട്ബോൾ ആണെങ്കിൽ നല്ല ഭംഗിയുള്ള ബോളുമായിരുന്നു. പുതിയ ബോൾ എന്തോ കൊണ്ടുവന്നാൽ തോന്നുന്നു ആ കുട്ടി. അപ്പം ആ കുട്ടീൻ്റെ ആണോ ഏത് കുട്ടീൻ്റെ ആണോ എന്നില്ല, ബോൾ കണ്ട് ഞാനെടുത്ത്, അത്രയേ ഉള്ളൂ. അങ്ങനെ വീണ്ടും തട്ടി വീണ്ടും ആ കുട്ടീനെ കാണാതെ തിരിച്ച് റിട്ടേൺ ഈ ബോളായിട്ട് എൻ്റെ മോള് പോവാട്ടോ. അപ്പം അവൾക്ക് ഇങ്ങനെ ടോയ്സിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് അത് മൈൻഡിൽ നിന്ന് മാറി, പിന്നെയും നടക്കാൻ തുടങ്ങി. അങ്ങനെ അവിടെ ഇരുടാവാൻ തുടങ്ങിയപ്പോൾ ലൈറ്റൊക്കെ ഓൺ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ലൈറ്റിൻ്റെ മുകളിൽ കൂടെ നടക്കാൻ തുടങ്ങി. പിന്നെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ചുറ്റും കടകളാണ്. അപ്പോൾ ഐസരുതി
സ്നാക്സ് എല്ലാ ഐറ്റംസും ഉണ്ട്. പിന്നെ ഞങ്ങൾ ഇവരെ കയ്യിൽ ഓൾറെഡി കുറച്ച് സ്നാക്സൊക്കെ കൊടുത്ത് ഒരു ഭാഗത്ത് ഇരുത്തിയിട്ടുണ്ട്. പിന്നെ കുറച്ച് ദൂരം നടക്കാനുള്ളതുകൊണ്ട് തന്നെ കുറച്ചിരിക്കും, കുറച്ച് കഴിക്കും, പിന്നെ കുറച്ച് നടക്കും. വീണ്ടും ഇതേ പ്രോസസ്സ് തന്നെ നടന്ന് ഏകദേശം ഒരു ഇരുടാവുന്ന സമയത്ത് ഇതിൻ്റെ എൻഡിങ്ങിലെത്തി. കുറച്ച് നടക്കാനുള്ളതുകൊണ്ട് പിന്നെ ഈ കുട്ടികളൊക്കെ നടത്തിയിട്ട് വേണ്ടേ. പക്ഷേ കുട്ടിയൊക്കെ എനർജിയിൽ നടന്നിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്കായിരുന്നു ഇത്തിരി നടക്കാൻ പ്രയാസം. അങ്ങനെ ഇവർ സ്നാക്സൊക്കെ തിന്നുന്ന തിരക്കിലാണ്. വെള്ളയും നല്ല രസമുണ്ടേ. മേഡം ക്യൂറി ആരോ കയ്യിൽ ആരി ആരി അങ്ങനെ മോക്ക് ഒരു മാങ്ങേൻ്റെ പീസ് കിട്ടിയപ്പോൾ അതുമായിട്ട് ആൾക്ക് പല്ല് 4 വന്നിട്ടുള്ളൂ. അങ്ങനെ അതും വെച്ചിട്ട് ഇങ്ങനെ കടിച്ച് കളിക്കുകയാണ്. നല്ല രസമുണ്ടായിരുന്നു കടിച്ച് കളിക്കുന്നത് കാണാൻ. പക്ഷെ ആൾ കഴിക്കും കേട്ടോ, ഈ സ്നാക്സൊക്കെ നല്ലോണം കഴിക്കും. ചെറിയ മോള് ബാക്കിയുള്ള മക്കളൊക്കെ സ്നാക്സ് കഴിക്കുമ്പോൾ ഇവൾ നോക്കി നിന്നിട്ട് അവരെങ്ങനെയാണ് കഴിക്കുന്നത് അല്ലെങ്കിൽ അവരെന്താ ചെയ്യുന്നത് അതൊക്കെ അതേപോലെ ചെയ്യാൻ ശ്രമിക്കും. സ്നാക്സിൻ്റെ പുറമെ ഞങ്ങൾ കുറച്ച് കട്ട് ഫ്രൂട്ട്സ് കയ്യിൽ വെച്ചിരുന്നു. അപ്പോൾ മോളൊക്കെ മാങ്ങേനും ഞാൻ മോളെ കൈ കൊടുത്തത്. അത് ആൾക്ക് വേണം, പക്ഷെ തിന്നാൻ പറ്റുന്നില്ല, എന്നാൽ തിന്നുകയും ചെയ്യും എന്ന പോലെ ആ മാങ്ങയും വെച്ച് ഒരു കളി കളിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. അവർക്ക് കടിക്കാൻ പറ്റുന്നില്ല, ആകെ 4 പല്ലേ ഉള്ളൂ. ആ കുഞ്ഞി പല്ലുകൊണ്ട് ഈ കുറച്ച് മാങ്ങ അത്യാവശ്യം ഉറപ്പുള്ളതായതുകൊണ്ട് തന്നെ മാക്സിമം കടിച്ചത് അവളുടെ രീതിക്ക് അവൾ കഴിക്കുന്നുണ്ട്. പിന്നെ ഇരുടായ സമയത്തൊക്കെ അപ്പുറത്തെ സൈഡൊക്കെ നല്ല ഭംഗിയാണ് കാണാൻ. എപ്പോഴും വിചാരിക്കും അങ്ങോട്ട് പോകണമെന്ന്. പക്ഷേ ജങ്കാർ 7 മണി വരെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സ്റ്റോപ്പ് ചെയ്യും. കുറേ കഷ്ടപ്പെട്ട് വരേണ്ടി വരും. അപ്പോൾ പിന്നെ ഞങ്ങൾ ആ വഴിക്ക് പോവലില്ല. പിന്നെയും വീണ്ടും നടക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഈ ഒരു കോർണറിൽ കുറച്ച് സ്ട്രെയിറ്റ് ആയിട്ടുള്ളതിൽ ഒരു കോർണറായിട്ടാണ് ഇവിടെ. അപ്പോൾ ആ കോർണറിൽ കുറച്ച് ഇരിക്കാൻ നോക്കി. പക്ഷേ അതിൻ്റെ ഗ്യാപ്പിലൊക്കെ ഇറങ്ങിയ കല്ലാണ്. അതുകൊണ്ട് തന്നെ പിന്നെയും വീണ്ടും നടക്കാൻ തുടങ്ങി. അങ്ങനെ നടന്ന് മൊത്തം ഇരുടായാലും നല്ല ഭംഗിയുണ്ടായിരുന്നു. ചുറ്റും കടലിൻ്റെ നടുവിലേക്കാണല്ലോ നമ്മൾ പോകുന്നത്. ഈ പണ്ടൊന്നും ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നു കേട്ടോ, ഒരു ജസ്റ്റ് കല്ലിൻ്റെ ആ ഒരു ഇതായിരുന്നു. പക്ഷെ ഇപ്പം എല്ലാ സ്ഥലത്തും എല്ലാ രീതിയിലും വികസനം വന്നിട്ടുണ്ട് കേട്ടോ, കോഴിക്കോട് പ്രത്യേകിച്ച്. അങ്ങനെ എവിടെയൊക്കെ ടൂറിസം എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നോ അതൊക്കെ നമ്മളെ ഗവൺമെൻറ് മാക്സിമം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഫൈനലി ഞങ്ങൾ നടന്ന് ഇരുന്നും നടന്നും തിന്നും ഒക്കെ പുളിമൂട്ടിലെ ഫൈനൽ ഡെസ്റ്റിനേഷനിലെത്തിയിട്ടോ. അതായത് അവിടെ ഏറ്റവും അറ്റത്ത് അവിടെ ഒരു സിഗ്നൽ ഉണ്ട്, ഒരു റെഡ് ലൈറ്റ് കത്തും. അപ്പം അതാണ് അതിൻ്റെ ലാസ്റ്റ് പോയിൻ്റ്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ പ്രത്യേകിച്ച് ആരുമില്ല, കുറച്ച് പേരേ ഉള്ളൂ. കുറേ പേരൊക്കെ ഇതിൻ്റെ എൻഡിൽ വരെ വരില്ല, പകുതി വെച്ച് പിന്നെ എന്ത് ചെയ്യും, തിരിച്ച് റിട്ടേൺ പോവും. പിന്നെ എന്താണ് പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല, എന്നാൽ കുറച്ച് ദൂരം നടന്ന് അതിൻ്റെ അവിടെ എത്തുമ്പോൾ ഒരു ഫീൽ തന്നെയല്ലേ. അങ്ങനെ മക്കളൊക്കെ എടുത്ത് കുട്ടീനെ കളിക്കുന്നുണ്ട്, ഓടുന്നുണ്ട്, ചാടുന്നുണ്ട്, എല്ലാം എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ റിട്ടേൺ പോകാമെന്ന് വിചാരിച്ചു. കാരണം കുറേ നടന്നിട്ടാണ് ഇവിടെ എത്തി, ഇനി തിരിച്ച് അങ്ങോട്ട് തന്നെ നടക്കണമല്ലോ. അങ്ങനെ ഇവരൊക്കെ ആയിട്ട് നടക്കണമല്ലോ. അപ്പോൾ ഒരു പൂച്ചക്കുട്ടീനൊക്കെ കണ്ടിരുന്നു. അപ്പോൾ അതിനൊക്കെ വീട്ടിലേക്ക് കൊണ്ടുപോയാലോ എന്നുള്ള സജഷനൊക്കെ അവിടെ നടന്നു കഴിഞ്ഞ് പിന്നെ അതിനെ വെറുതെ വിട്ട് തിരിച്ച് പോയി. പിന്നെ അനിയത്തിൻ്റെ മോള് കുറച്ച് മലപ്പുറം സ്ലാങ്ങാണ് പറയുക. അപ്പം ഞങ്ങളെപ്പോഴും അതിനെ കളിയാക്കും. കാരണം കോഴിക്കോട് സ്ലാങ്ങും മലപ്പുറം സ്ലാങ്ങും രണ്ടും കൂടി സംസാരിക്കുന്ന സമയത്ത്, അതായത് 2 പേരും കൂടി സംസാരിക്കുന്ന സമയത്ത് അവൾ പറയുമ്പോൾ നമുക്ക് തമാശയായിട്ട് തോന്നും. അപ്പോൾ നമ്മൾ അതല്ല ഇതാണെന്ന് പറഞ്ഞിട്ട്, അതങ്ങനെയല്ല പറയുക, ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങളങ്ങനെ പറയും. പക്ഷേ അപ്പം ഇതാണ് നമ്മളെ ബേപ്പൂർ കാഴ്ചകൾ. അപ്പം ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.